ഹായ് ഫ്രണ്ട്സ്, ഇതുവല്ലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ATH കോയിൻ മൈനിങ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിൽ പോലും ഇതുവരെ ഇനിയും മൈനിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് എങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ചെയ്തു വെക്കുക. കാരണം ATHൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ 16 ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൻസ് കൺവേർട്ട് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ മൈൻ ചെയ്യാൻ നോക്കുക. എല്ലാ മൈനിങ് ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഇതിൽ കാര്യമായിട്ട് ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എൻ്റെ റെഫറൽ കോഡ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ റെഫറൽ കോഡ് ചോദിക്കുന്ന സ്ഥലത്ത് നിങ്ങളത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ അടിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഫിനിഷായി പോകും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതായത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള പേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ +44 എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ +91 സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് റെഫറൽ കോഡ് കൊടുക്കാനുണ്ടാവും. റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് നിങ്ങളുടെ ഇമെയിലിലോട്ടൊരു OTP വരും. ആ OTP കറക്റ്റ് ഈ ബോക്സിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് മൈനിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻ്റർഫേസാണ് ഇവിടെ വരിക. ഇവിടെ നിങ്ങൾ ആകെ ചെയ്യാനുള്ളത് സ്റ്റാർട്ട് മൈനിങ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൈനിങ് സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഹോം പേജിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് 16 ദിവസം കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പം ഇത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മൈൻ ചെയ്ത് നോക്കുക. കാരണം 100% ജെനുവിനായിട്ടുള്ള ഒരു മൈനിങ് ആപ്ലിക്കേഷനാണ്. ആരും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്ട്രൈക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു AI എന്നുള്ളൊരു ഇതും കാണാം. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ 1 അതായത് 1 അവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ സ്റ്റേജ് കൂടുന്തോറും നിങ്ങൾക്ക് അവിടെ റിസീവ് ചെയ്യാനുള്ള എമൗണ്ട് വേറെയും അവിടെ കിട്ടും. അപ്പം നിങ്ങൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ അതും ഒന്ന് റിസീവ് ചെയ്യാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സെൻറ്റർ ഐക്കണിൽ മൈനിങ്ങിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതും മൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ ജെം ടോക്കൺ ആയിട്ടാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ജെം ടോക്കൺ നമുക്ക് ATH ടോക്കണായിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് കൺവേർട്ട് ആവും. ഈ കൺവേർട്ട് ആകാനുള്ള ടൈമാണ് അവർ 16 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഹിസ്റ്ററി ഇവിടെ കാണാം. ഓരോ മൈനിങ്ങിൻ്റെയും ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മൈനിങ്ങിൻ്റെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വട്ടം നിങ്ങൾ ക്ലെയിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഓരോ മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ക്ലെയിം ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു ക്ലെയിം ചെയ്തതിന് ശേഷം അടുത്ത ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും കഴിയണം എന്നർത്ഥം. എന്തായാലും നിങ്ങൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും ഒരു ക്ലെയിമെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മൈനിങ് സ്റ്റോപ്പ് ആവും. പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് ഗസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റിവാർഡ്സ് കിട്ടുക. റിവാർഡ്സ് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മൈനിങ് സ്പീഡ് കൂടും. പിന്നെയുള്ളത് അവസാനത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ള റെഫറൽ ഫ്രണ്ട്സ് ആണ്. അപ്പം നിങ്ങളുടെ ഇൻവൈറ്റ് കോഡ് അവിടെ ഉണ്ടാകും. നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് മൈനിങ് സ്പീഡ് കൂടും. അപ്പോൾ വീഡിയോ കണ്ടെടുത്തിട്ട് നിങ്ങൾ മാക്സിമം ചെയ്ത് വെക്കുക. നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റെഫറൽ കോഡും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളിൽ ഇൻസ്റ്റാഗ്രാം ID നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. കാരണം എല്ലാ അപ്ഡേഷനും ഫസ്റ്റ് വരുന്നത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലാണ്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്ത നല്ലൊരു ഡിസ്സുമായിട്ട് കാണാം.